പോയ ആഴ്ച നമ്മൾ കാണുമ്പോൾ വളരെ രസകരമായി തോന്നുന്നൊരു സത്യാവസ്ഥയുണ്ട്. ഈ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്സിൽ യൂറോപ്പിലെ മ്യൂണിക്കിൽ നടന്ന, അതായത് അവിടുത്തെ യൂറോപ്യൻ സെക്യൂരിറ്റി സമ്മിറ്റ്, അതുമായി ബന്ധപ്പെട്ട് അവർ ഉക്രൈൻ, യൂറോപ്യൻ രാജ്യങ്ങളുടെ സെക്യൂരിറ്റി, അമേരിക്ക പറയുന്ന ടാരിഫ്, അമേരിക്ക പറയുന്ന 2% നിന്നും 4% മുകളിൽ യൂറോപ്യൻ രാജ്യങ്ങളുടെ ആനുവൽ ബജറ്റ് വേണം. അമേരിക്ക അതിനെ ശക്തമായി അനുകൂലിക്കുന്നു. അപ്പോൾ അതിനകത്തുണ്ടാകുന്ന പ്രശ്നങ്ങൾ, കാരണം ഉക്രൈനാണ് യൂറോപ്യൻ സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രധാനപ്പെട്ട ഭാഗം. അതേ സമയം തന്നെ അമേരിക്കയിലെ ഹവായ് ദ്വീപുകളിലെ ഹൊണാലു, എൻ്റെ ക്യാപിറ്റൽ സിറ്റിയാണ്, അവിടെ നടന്ന ഈ ചില രാജ്യങ്ങളുടെ ഫോറമുണ്ട്. അതായത് അമേരിക്ക, കാനഡ, തായ്വാൻ, ഓസ്ട്രേലിയ, ജപ്പാൻ, ഫിലിപ്പൈൻസ്, ഈ രാജ്യങ്ങളുടെ ഡിഫൻസ് ഫോറങ്ങൾ ബന്ധപ്പെട്ട് നടന്ന ഒരു സമ്മിറ്റ്. അതിൻ്റെ മേജർ റോൾ അമേരിക്കയുടെയാണ്. അതിനകത്ത് അവർ കാണുന്ന ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട് ചൈന. ഇപ്പം ചൈന ഏത് രീതിയിൽ ഒതുക്കും? കാരണം തായ്വാനാണ് ഇഷ്യൂ. ഒരു ഭാഗത്ത് ഉക്രൈൻ, അത് ഉക്രൈൻ്റെ പ്രശ്നം മുഴുവനും, ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമല്ല, യൂറോപ്പിനാണ്. തായ്വാനുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂ അത് ഓസ്ട്രേലിയക്ക് പ്രശ്നമാണ്, ജപ്പാന് പ്രശ്നമാണ്, ഫിലിപ്പൈൻസിന് പ്രശ്നമാണ്, സൗത്ത് കൊറിയയ്ക്ക് പ്രശ്നമാണ്, കാനഡയ്ക്കും അമേരിക്കയ്ക്കും പ്രശ്നമാണ്. കാരണം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട പല കാര്യങ്ങളുണ്ട്. അതായത് ഒന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് ഈ സൗത്ത് ചൈന ഷിപ്പ് പോകുന്ന റൂട്ട്, അതായത് ലോകത്തിലെ ഗ്ലോബൽ ട്രെയിനിന് 40% ഷിപ്പുകൾ, അതായത് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്ന റൂട്ടാണത്. കാരണം അവിടെ ചൈനയ്ക്ക് അപ്രമാദിത്വമുള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ അതിൻ്റെ പ്രശ്നം എവിടം വരെ എത്തും? കാരണം തായ്വാൻ ഇഷ്യൂ. കാരണം ഇതിൻ്റെ രണ്ട് രസകരമായ സംഭവമാണ്, നമ്മളിത് പഠിക്കേണ്ട ഒരു സംഭവമാണ്. ഹിസ്റ്റോറിക്കലി റഷ്യ പറയുന്നു ഉക്രൈൻ അവരുടെ ഭാഗമായിരുന്നു, അതുകൊണ്ട് അവരവരെ ഇൻവേഡ് ചെയ്തു, അവർ പല ഭാഗത്തും പിടിച്ചെടുത്തു. ഇതേപോലെ തന്നെയാണ് ചൈന പറയുന്നത് തായ്വാൻ അവരുടെയാണ്, അവരത് പിടിച്ചെടുക്കും. ഇവിടെയാണ് പ്രശ്നങ്ങളുടെ പ്രശ്നം. എന്താണ് പ്രശ്നം? അതായത് ഉക്രൈൻ എന്ന് പറഞ്ഞ രാജ്യത്തു നിന്നാണ് യൂറോപ്യൻ രാജ്യങ്ങളുടെ ഫുഡ് ബാസ്ക്കറ്റ്, അതായത് ആഹാര സാധനങ്ങൾ പോകുന്നത്. പല സാധനങ്ങൾ, പ്രധാനപ്പെട്ട സാധനങ്ങളുടെ മേജറായിട്ടുള്ള കൾട്ടിവേഷൻ നടക്കുന്നതും ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഇമ്പോർട്ട് ചെയ്യുന്നത് ഉക്രൈനിൽ നിന്നാണ്. ഇനി തായ്വാൻ്റെ പ്രത്യേകത എന്താണ്? ലോകത്തിലെ സെമി കണ്ടക്ടേഴ്സിൻ്റെ 40 മുതൽ 60% അത് പ്രൊവൈഡ് ചെയ്യുന്ന തായ്വാന്. ഇതാണ് രസകരമായ സംഭവം. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യാൻ ചൈന വരുമ്പോൾ ഇതേപോലെയുള്ള രാജ്യങ്ങൾക്ക് പ്രശ്നം, അത് ഇൻഡോ പസഫിക് മേഖലയിൽ ഇഷ്യൂ ആയി. അപ്പോൾ ഈ ഡിസ്കഷനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത്? അപ്പോൾ അമേരിക്കയ്ക്ക് ഉക്രൈനിൽ താല്പര്യമുണ്ട്, കാരണം അവരുടെ ബിസിനസ് താല്പര്യം, വെപ്പൺസ് കൊടുത്തു. പക്ഷെ തായ്വാനിൽ അതിനേക്കാളും താല്പര്യമാണ്. കാരണം സെമി കണ്ടക്ടർ ഉണ്ടാക്കുന്നതിന് 40 മുതൽ 60% തായ്വാൻ ഉണ്ടാക്കുന്നു. കാരണം ചൈനയുമായിട്ട് ഉടക്കി മാറി തായ്വാൻ ഉണ്ടാക്കും. തായ്വാന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കണം. അതിൻ്റെ അകത്ത് ചൈന ഇടപെട്ട് കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളുടെയൊക്കെ പല സാധനങ്ങളും, ഡിഫൻസ് മുതൽ കാറാണെങ്കിലും TV ആണെങ്കിലും ഇലക്ട്രോണിക്സ് ഐറ്റംസ് ആണെങ്കിലും എല്ലാത്തിനും ഉപയോഗിക്കുന്ന സെമി കണ്ടക്ടേഴ്സ് ഏറ്റവും കൂടുതൽ ഉണ്ടാക്കുന്ന രാജ്യമാണ് തായ്വാൻ. അപ്പോൾ ഇത് ചൈന പിടിച്ചു കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളൊക്കെ കയറി ബാധിക്കും. അത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അമേരിക്കയെ. അപ്പോൾ അവിടെ സെക്യൂരിറ്റി ഇഷ്യൂ ആണ്. എന്താണ് അമേരിക്കൻ നേവി ചീഫ് പറയുന്നത്? ഈ തായ്വാന് ചുറ്റും ഈ ചൈന നടത്തുന്ന ഈ സൈനിക അഭ്യാസം എന്ന് പറയുന്ന ഒരു എക്സർസൈസായിട്ട് ഇതിനെ കണക്കാക്കാൻ പറ്റില്ല. അവർക്ക് ഏത് സമയത്തും തായ്വാനെ പിടിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ റഷ്യയ്ക്ക് ഉക്രൈൻ പിടിച്ച പോലെ അത്ര ഈസി ആയിരിക്കത്തില്ല തായ്വാൻ പിടിക്കുക, കാരണം ഐലൻഡ് ആയിരുന്നു. പക്ഷെ കരുതിയിരുന്നില്ല എങ്കിൽ ഇത് തായ്വാനെ പിടിക്കുക മാത്രമല്ല, ലോകത്തിൻ്റെ ട്രേഡ് 40%, കാരണം സൗത്ത് ചൈന റൂട്ടിലാണ്, അതിനെയും കയറി ബാധിക്കും. അതായത് ഗ്ലോബൽ ട്രേഡിനെ ശരിക്കും ബാധിക്കുന്നതായിരിക്കും ഇൻ കേസ് ചൈന കയറി തായ്വാനെ പിടിച്ചാൽ.
അപ്പോൾ അതിനെന്തൊക്കെ പ്രതിരോധം വേണം, അവൻ്റെ കോഡും വരുന്നുണ്ട്. ഈ പറയുന്ന ചർച്ചയിൽ, ഈ ഹൊണാലു ഡിഫൻസ് ഫോറം ചർച്ചയിൽ കോഡ് വരുന്നുണ്ട്, ഇന്ത്യയുടെ ഈ സംഭവം വരുന്നുണ്ട്. ഇന്ത്യക്കും ഇതിൻ്റെ അകത്ത് താല്പര്യമുണ്ട്. അപ്പോൾ ഇന്ത്യൻ പ്രതിനിധിയും ഈ ഡിഫൻസ് ഫോറത്തിൽ പങ്കെടുത്തു. കാരണം എന്താ, ഇന്ത്യയുടെ ബോർഡർ ചൈനയും ഈ സെമി കണ്ടക്ടർ ഇഷ്യൂവിൽ നാളെ തായ്വാനെ ചൈന പിടിക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഈ സെമി കണ്ടക്ടർ വെച്ചുണ്ടാക്കുന്ന വാഹനങ്ങളാണെങ്കിലും മറ്റുള്ള സാധനത്തെ ഇത് ബാധിക്കും. കാരണം അത് അതേപോലെ സപ്ലൈ ചെയിൻ ഭയങ്കരമായിട്ട് ബാധിക്കും ഗ്ലോബലായിട്ട്. ഇതാണ് ഇഷ്യൂ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട്, അതാണ് രസകരമായ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്, ജിയോ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഒരു ഭാഗത്ത് ആഹാര പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉക്രൈൻ, അതേപോലെ ഓയിലിൻ്റെ ഇഷ്യൂ ഉണ്ടാകാൻ, കാരണം ഓയിലിന് വില കൂടാൻ സാധ്യതയുണ്ട് റഷ്യ. അപ്പോൾ അതിൻ്റെ കൺസേണും സെക്യൂരിറ്റി ഇഷ്യൂസും ഒരു ഭാഗത്ത് യൂറോപ്യൻ രാജ്യങ്ങൾ കൺസേൺഡായിട്ട് പറയുമ്പോൾ, ഇപ്പുറത്തെ ഭാഗത്ത് ഓസ്ട്രേലിയയും ജപ്പാനും സൗത്ത് കൊറിയയും ഫിലിപ്പൈൻസും കാനഡയും അമേരിക്കയും കൂടുതൽ താല്പര്യം കാണിക്കുന്നത് ഉക്രൈനിലല്ലേ. ഏതെങ്കിലും രീതിയിൽ ചൈന പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ ഈ രാജ്യങ്ങളെല്ലാം ഗ്ലോബലായിട്ട് അതിനെ എഫക്റ്റ് ചെയ്ത് അമേരിക്കൻ എക്കോണമിയും ഗ്ലോബൽ എക്കോണമിയെ സപ്ലൈ ചെയിനിനെയും ബാധിക്കും. ഇതിനൊരു സൊല്യൂഷന് വേണ്ടിയാണ് ഏത് രീതിയിൽ പോകാൻ പറ്റും. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയുന്നത്, അമേരിക്കൻ മീഡിയ റിപ്പോർട്ട് ചെയ്യുന്ന, അതായത് ഹൊണാലുവിൽ നടന്ന ഡിഫൻസ് ഫോറത്തെ പറ്റി റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനു വേണ്ടിയാണ് ഇന്ത്യയെ ഈ പറയുന്ന ഓസ്ട്രേലിയയും ജപ്പാനും അമേരിക്ക ഉൾപ്പെടുന്ന കോഡ് കൊണ്ടുവന്നിരിക്കുന്നത്. ചൈനയുടെ അപ്രമാദിത്വം കുറയ്ക്കുക. ഏതെങ്കിലും രീതിയിൽ ചൈന ഈ പറയുന്ന തായ്വാനെ, ഈ രാജ്യങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഇന്ത്യക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ ചൈനയുടെ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട്. ഇത് വന്നു കഴിയുമ്പോൾ ചൈനയ്ക്ക് പ്രഷർ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഇന്ത്യയുടെ ബോർഡറാണ് ചൈന. മനസ്സിലായി? ഇതിൻ്റെ രസകരമായ സ്ട്രാറ്റജിക് തന്ത്രങ്ങളും കേപ്പബിലിറ്റിയും എല്ലാം പിടികിട്ടിയല്ലോ. ഇതിൻ്റെ പേരിലാണ് ഈ ഓസ്ട്രേലിയയും ജപ്പാനും ഇന്ത്യയെ സഹായിക്കുന്നത്. അമേരിക്ക അതിൻ്റെ ടെക്നോളജി പാറ്റേൺസും വെപ്പൺസും കൊടുത്ത് ഇന്ത്യയെ സഹായിക്കുന്നു. ചൈന ഒരിക്കലും ഒരു പൊട്ടൻഷ്യൽ ത്രെട്ട്, അതേപോലെ റഷ്യ പോലെ ഉണ്ടാകാൻ പാടില്ല. അതുണ്ടായിക്കഴിഞ്ഞാൽ, തായ്വാൻ പിടിച്ചെടുക്കുക ഇങ്ങനെ സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ലോകം മുഴുവൻ ഇത് ബാധിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പുറത്ത് ഉക്രൈൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു. ഇപ്പോൾ ഹൊണാലു സബ്മിറ്റിനെ പറ്റി വലുതായിട്ടൊന്നും വാർത്തകൾ ഗ്ലോബലായിട്ട് വരുന്നില്ല. എല്ലാവരും യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ടും ഉക്രൈനുമായിട്ട് ബന്ധപ്പെട്ടാണ് പറയുന്നത്. പക്ഷേ ഹൊണാലു എന്ന് പറയുന്ന അമേരിക്കയുടെയും കാനഡയുടെയും ഓസ്ട്രേലിയയുടെയും ജപ്പാൻ്റെയും വലിയ ഇൻട്രസ്റ്റാണ്, സൗത്ത് കൊറിയയുടെയും. കാരണം ചൈന അവിടെ വെപ്പൺസും മറ്റ് സാധനങ്ങളെല്ലാം കൊണ്ട് അലക്കുന്ന സമയത്ത് ഇതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ കഴിയും? കാരണം ഇൻഡോ പസഫിക് റീജിയൻ്റെ അകത്ത് ഇന്ത്യ പെട്രോളിംഗ് നടത്തണം എന്നാണ് ഈ ഹൊണാലു സമ്മിറ്റിൽ ഡിഫൻസ് ഫോറത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യം വന്നത്. അതിന് ഇന്ത്യക്ക് വേണ്ടി ഏതൊക്കെ സാമ്പത്തിക സഹായം ചെയ്യുവാൻ സാധിക്കും, ടെക്നോളജി വൈസ് ആണെങ്കിലും സാമ്പത്തികമായിട്ടും, അതിന് ഹൊണാലു ഈ ഫോറം എന്ന് പറയുന്നത് ഈ പുറത്ത് പറയാത്ത അപ്രൂവൽ പാസ്സാക്കി. കാരണം ഇന്ത്യയാണ് നമ്മൾ ചൈനയ്ക്കെതിരെ കൊണ്ടുവരേണ്ടത്, അല്ലെങ്കിൽ നാളെ ചൈന ഇവിടെ ത്രട്ടാണ്. അതാണ് ഈ ഫോറത്തിനകത്തുണ്ടായ ഒരു പ്രധാനപ്പെട്ട ഡിക്ലറേഷനല്ല, ഒരു പരസ്യമായിട്ട് പറഞ്ഞില്ല. പക്ഷേ ഇന്ത്യയെ ഒരു പൊട്ടൻഷ്യലായിട്ട് ഈ തലത്തിലോട്ട് കൊണ്ടുവന്നാൽ മാത്രമേ ചൈനയെ അവിടെ ഒതുക്കി നിർത്താൻ സാധിക്കുകയുള്ളൂ. പിന്നെ മറ്റൊരു സംഭവം, ഈ ഡിഫൻസ് ഫോറത്തിനകത്ത് വന്ന മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഇപ്പോൾ ലോകത്തിൻ്റെ മാനുഫാക്ചറിങ് ഹബ്ബാണ് ചൈന. അപ്പോൾ മാനുഫാക്ചറിങ് ഹബ്ബായ ചൈനയിൽ ഈ പറയുന്ന രാജ്യങ്ങളും മറ്റുള്ള രാജ്യങ്ങളും അത് ഇന്ത്യയിലോട്ട് വരണം മാനുഫാക്ചർ ചെയ്യാൻ. അങ്ങനെ അല്ലെങ്കിൽ പെട്ടെന്ന് ചൈന ഒരു സുപ്രഭാതത്തിലെല്ലാം നിർത്തുവാണെങ്കിൽ ഈ പറയുന്ന രാജ്യങ്ങൾ ലോകത്തിൽ പല രാജ്യങ്ങൾക്ക് സപ്ലൈ ചെയിൻ വലിയ ഘടകമായിട്ട് മാറും. അപ്പോൾ അതുണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് ഗ്രാജുവൽ പ്രോസസ്സായിട്ട് ഈ രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട മാനുഫാക്ചറിങ് ഹബ്ബ് അത് ഇന്ത്യയിലോട്ട് മാറ്റുക, അതിനേക്കാളും ചീപ്പായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഈ രാജ്യങ്ങളല്ലേ ഇന്ത്യയുമായിട്ട് നല്ല സഹകരണത്തിൽ, ഡിഫൻസിൻ്റെ കോപ്പറേഷൻ മറ്റുള്ള നല്ല സഹകരണത്തിൽ പോവുക. അതായത് എൻ്റെ കൺക്ലൂഡിങ് പാർട്ട് എന്ന് പറയുന്നത്, ഇപ്പം സെക്യൂരിറ്റി, യൂറോപ്യൻ സെക്യൂരിറ്റിക്കകത്ത് യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രശ്നം വരുമ്പോൾ ഈ ഹൊണാലുവിൽ നടന്ന ഡിഫൻസ് ഫോറത്തിനകത്ത് ഇതേപോലെ സമ്മിറ്റിനകത്ത് ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ ഒരു ഗ്ലോബൽ പവറാണ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ ഏറ്റവും രസകരമായ സംഭവം. ഇതിനെപ്പറ്റിയുള്ള പല വാർത്തകളും പല ഡെയിലി ഇൻ്റർനാഷണൽ മാഗസിനും ന്യൂസ് പേപ്പറിലൊക്കെ വന്നുകൊണ്ടിരിക്കുക. പറയാൻ പോകുന്നത്, ഈ വരാൻ പോകുന്ന സമയങ്ങളിലും വർഷങ്ങളിലും
ഈ ചൈനയുടെ ഈ പൊട്ടൻഷ്യൽ ത്രെട്ട് കാരണം ഈ രാജ്യങ്ങൾക്കെല്ലാം അക്സെപ്റ്റഡ് ആയിട്ടും അവർ ട്രേഡ് നടത്താനും ഡിഫൻസിൻ്റെ കോപ്പറേഷന് ഏറ്റവും പറ്റിയ രാജ്യമായിട്ട് ഇന്ത്യ എന്നൊരു പറഞ്ഞ രാജ്യത്തെ സൂപ്പർ പവർ ആക്കുക. ആ ലക്ഷ്യത്തോടു കൂടിയാണ് അമേരിക്കയും മറ്റും ഈ ഹൊണാലു മീറ്റിൽ അവരൊരു കൺക്ലൂഷനിൽ എത്തിയത്. കാരണം അല്ലെങ്കിൽ ചൈനയെ തടുക്കാൻ പറ്റില്ല. ഇൻഡോ പസഫിക് റീജിയൻ്റെ അകത്ത് പ്രശ്നമുണ്ടാവും. സൗത്ത് ചൈന ട്രാൻസ്പോർട്ടേഷൻ, അതായത് വെസൽസ് പോകുന്നതിൻ്റെ അകത്ത് മുടക്കമുണ്ടായാൽ ട്രേഡിനെ ബാധിക്കും, സപ്ലൈ ചെയിനെ ബാധിക്കും, ഗ്ലോബൽ എക്കോണമിയെ ബാധിക്കും. പകരം ഇന്ത്യയെ പൊട്ടൻഷ്യലായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ ഇന്ത്യൻ നേവിക്ക് ഇതേപോലുള്ള ഫെസിലിറ്റീസ് കൊടുക്കുകയാണെങ്കിൽ പെട്രോളിംഗ് എന്ന് പറഞ്ഞ് ഇന്ത്യൻ നേവി ഏൽപ്പിക്കുകയും അതിനുള്ള സാമ്പത്തിക സാങ്കേതിക സഹായം ഈ രാജ്യങ്ങളും കൈമാറുകയും ചെയ്യുകയാണെങ്കിൽ ചൈനയ്ക്ക് ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ ത്രെട്ടായിട്ട് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ ചൈനയെ ബാലൻസിൽ നോർമലായിട്ട് കൊണ്ടുവരാൻ സാധിക്കും. അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങില്ല എന്ന രീതിയിലാണ് അമേരിക്കൻ നേവി ചീഫ് ഇത് കൺക്ലൂഡ് ചെയ്ത് നടത്തിയ പ്രസ്താവനയിൽ പറയുന്നത്.